എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിത. ഇന്ന് നമുക്ക് റാദർ ദാൻ്റെയും ഇൻസ്റ്റെഡ് ഓഫിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് നോക്കിയാലോ. റാദർ ദാൻ എന്ന് പറഞ്ഞാൽ അതിലും കൂടുതൽ എന്നാണ് അർത്ഥം. നമുക്ക് രണ്ട് ചോയ്സസ് ഉണ്ടാവും. ആ രണ്ട് ചോയ്സസും കമ്പയർ ചെയ്ത് അതിൽ ഒന്നിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് റാദർ ദാൻ യൂസ് ചെയ്യാം. നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇത് പഠിക്കാം. ഐ പ്രിഫർ ഗോയിങ് ഔട്ട് റാദർ ദാൻ സ്റ്റേയിങ് ഹോം. ഈ എക്സാമ്പിളിൽ രണ്ട് ചോയ്സസ് ഉണ്ട്. ഒന്ന് ഗോയിങ് ഔട്ട്, രണ്ടാമത്തെ സ്റ്റേയിങ് ഹോം. ഇതിൽ ഏതിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്? ഗോയിങ് ഔട്ടിനാണല്ലേ. ഈ സെൻറ്റൻസിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. എപ്പോഴും റാദർ ദാൻ കഴിഞ്ഞ് ജെറൻഡ് വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ING ഫോം ഓഫ് ദ വെർബിനെയാണ് നമ്മൾ ജെറൻഡ് വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ റാദർ ദാൻ സ്റ്റേയിങ് ഹോം എന്നാണ് പറയേണ്ടത്. അത് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് റാദർ ദാൻ ഒരു സെൻറ്റൻസിൻ്റെ ആദ്യം തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ ചേഞ്ച് ആവുന്നതെന്ന് നോക്കൂ. റാദർ ദാൻ സ്റ്റേയിങ് ഹോം ഐ പ്രിഫർ ഗോയിങ് ഔട്ട്. മനസ്സിലായില്ലേ? ഇനി ജെറൻഡ് വെർബിന് പകരം നൗണ് വെച്ച് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ പ്രിഫർ ക്യാൻഡി റാദർ ദാൻ കുക്കീസ്. കുക്കീസിനേക്കാളും എനിക്ക് ഏതാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഏതാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ക്യാൻഡിക്കാണ്. അപ്പോൾ ഇവിടെ ക്യാൻഡി, കുക്കീസ് എന്നെല്ലാം പറയുന്നത് നൗണാണ്. മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഇൻസ്റ്റെഡ് ഓഫ് എന്താണെന്ന് നോക്കാം. ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇതിന് പകരമായി എന്നാണ് അർത്ഥം. സബ്സ്റ്റിറ്റ്യൂട്ട് വൺ തിങ് വിത്ത് അനദർ. ഇവിടെയും നമുക്ക് രണ്ട് ചോയ്സസ് ഉണ്ടായിരിക്കും. അതിൽ ഒന്നിന് പകരമായി നമ്മൾ മറ്റൊന്ന് ചൂസ് ചെയ്തു. അതായത് നമ്മളുടെ ഒരു ചോയ്സ് നമ്മൾ വേണ്ടാന്ന് വെക്കുന്നു, അടുത്ത ചോയ്സ് ചൂസ് ചെയ്ത് യൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഇൻസ്റ്റെഡ് ഓഫ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സെയിം സെൻറ്റൻസ് തന്നെ എക്സാമ്പിളായി എടുത്ത് നമുക്ക് നോക്കാം. ഇവിടുത്തെ എക്സാമ്പിളിൽ ഐ വെൻറ്റ് ഔട്ട് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റേയിങ് ഹോം. ഇവിടെ വെർബ് പാസ്റ്റ് ടെൻസ് ആണ്. കാരണം അവിടെ ഓൾറെഡി ആക്ഷൻ കംപ്ലീറ്റ് ആയി. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് കഴിഞ്ഞ് ജെറൻഡ് വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അതാണ് അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ ഐ വെൻറ്റ് ഔട്ട്, ഞാൻ പുറത്തേക്ക് പോയി. ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റേയിങ് ഹോം, വീട്ടിലിരിക്കുന്നതിന് പകരം ഞാൻ പുറത്തേക്ക് പോയി. അപ്പോൾ അവിടെ പുറത്തേക്ക് പോവുക എന്നുള്ള ഒരു ആക്ഷൻ അവിടെ സംഭവിച്ചു കഴിഞ്ഞു. അത് പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ടാണ് അവിടെ പാസ്റ്റ് ടെൻസ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ജെറൻഡ് വെർബ് ആണെങ്കിൽ നമ്മളൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി നൗണ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം? ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ ഹാഡ് ക്യാൻഡി ഇൻസ്റ്റെഡ് ഓഫ് കുക്കീസ്. കുക്കീസിന് പകരം ഞാൻ ക്യാൻഡി കഴിച്ചു. അവിടെ ക്യാൻഡി കഴിച്ചു എന്നുള്ളത് എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. ആ ആക്ഷൻ അവിടെ കംപ്ലീറ്റ് ആയി. ഇനി ഇതൊരു ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക നോക്കാം. ഡിഡ് യു ഹാവ് കുക്കീസ് ലാസ്റ്റ് നൈറ്റ്? അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട് ചോദിക്കുകയാണ്, ഡിഡ് യു ഹാവ് കുക്കീസ് ലാസ്റ്റ് നൈറ്റ്? അപ്പോൾ നിങ്ങൾ എന്താണ് ആൻസർ പറയുന്നത്? നോ, ഐ ഹാഡ് ക്യാൻഡി ഇൻസ്റ്റെഡ്. അപ്പോൾ ഇവിടെ പിന്നെയും അത് ഇൻസ്റ്റെഡ് ഓഫ് കുക്കീസ് എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി ആ കുക്കീസ് എന്ന നൗണ് ഇവിടെ ആ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ വീണ്ടും അത് ആൻസറിൽ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ആൻസർ പറയേണ്ടത്? നോ, ഐ ഹാഡ് ക്യാൻഡി ഇൻസ്റ്റെഡ് എന്ന് പറയാം. ഇതെല്ലാം നന്നായി പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഓൺ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ് എന്നല്ലേ പറയാം. സോ അപ്പോൾ എല്ലാവരും നന്നായി ഇത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.